ഇന്നത്തെ എപ്പിസോഡിൽ പ്രതിപാദിക്കുന്നത് വിശ്രമവും ഉറക്കവും ഉല്ലാസ വിനോദ വിശ്രമാവസരങ്ങളെയും പറ്റിയാണ്. ശരിയായ മാനസിക ശാരീരിക ഉന്മേഷം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഉറക്കം ഉണ്ടാവുകയും വിനോദ വിശ്രമാവസരങ്ങൾ ഉപയോഗിക്കാനും സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എല്ലാവരും തന്നെ ഏതൊക്കെയോ പിരിമുറുക്കം അനുഭവിക്കുന്നവരാണ്. പക്ഷേ അവനവൻ തന്നെ ഇതൊക്കെ സ്വയം മനസ്സിലാക്കി വിശ്രമിക്കാനും ഉറങ്ങാനും വിനോദ വിശ്രമാവസരങ്ങളിൽ ഏർപ്പെടാനും സമയം കണ്ടെത്തേണ്ടതാണ്. വ്യക്തിപരമായ ആരോഗ്യ പരിപാലനം പാർട്ട് 5 വിശ്രമവും ഉറക്കവും ഉല്ലാസ വിനോദ വിശ്രമാവസരങ്ങൾ എന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്രമവും ഉറക്കവും ആരോഗ്യ പരിപാലനത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഉറക്കവും വിശ്രമവും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ 1/3 ഭാഗം നാം ഉറക്കത്തിന് ചെലവിടുന്നു. ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ചിലർ കൂടുതൽ ഉറങ്ങുന്നു, ചിലർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു. ഇത് രണ്ടും നല്ലതല്ല. ശരിയായ ഉറക്കത്തിൽ മനസ്സും ശരീരവും വിശ്രമിക്കുന്നു, നഷ്ടപ്പെട്ട ഓജസ് വീണ്ടെടുക്കുന്നു, വളർച്ചയുണ്ടാകുന്നു, ക്ഷീണം മാറുന്നു. ഉറങ്ങുന്ന സമയത്താണ് അധികവും ശരീരത്തിൻ്റെ റിപ്പയറും വളർച്ചയും നടക്കുന്നത്. പ്രായം, ലിംഗഭേദം, ചുറ്റുപാടുകൾ, ജോലി എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ആവശ്യമുള്ള ഉറക്കത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. 1 മാസത്തിന് താഴെ പ്രായമുള്ള ശിശുക്കൾ 22 മണിക്കൂർ ഉറങ്ങുന്നു. കുട്ടികൾക്ക് 12-14 മണിക്കൂർ നിദ്ര വേണം. സ്കൂൾ വിദ്യാർത്ഥികൾ 9 തൊട്ട് 10 മണിക്കൂറും മുതിർന്നവർ 7 തൊട്ട് 9 മണിക്കൂർ ഉറങ്ങുന്നു. പരന്നതും നടുക്ക് കുഴിയില്ലാത്തതുമായ കിടക്കയാണ് ഉറങ്ങാൻ അനുയോജ്യം. കൂടുതൽ തലയണകൾ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഒരെണ്ണം ധാരാളം മതിയാവും. ഉറങ്ങുമ്പോൾ മുഖം മൂടരുത്. ഉറക്കമുറിയിൽ ധാരാളം വായു സഞ്ചാരം ഉണ്ടായിരിക്കണം. അതുപോലെ ഉറങ്ങുമ്പോൾ വിളക്കുകൾ, മെഴുകുതിരി, കൽക്കരി മുതലായവ കത്തിച്ച് വയ്ക്കരുത്. നനഞ്ഞതും മുഷിഞ്ഞതുമായ തുണികളൊക്കെ ഉറങ്ങുന്ന മുറിയിൽ നിന്നും മാറ്റിയിടണം. നേരത്തെ ഉറങ്ങുന്നതും നേരത്തെ ഉണരുന്നതും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും നല്ലതാണെന്ന പഴമൊഴി ഓർക്കുക. ഉറക്കം വരാൻ ഔഷധങ്ങളെ ആശ്രയിക്കുന്ന പതിവ് ആശ്വാസ്യമല്ല. ഉറങ്ങുമ്പോൾ ഇറുകിയ വസ്ത്രങ്ങൾ അയച്ചിടണം. ധരിക്കാതിരിക്കുന്നതാണ് ഉത്തമം. അതായത് ഇറുകിയ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുന്നതാണ് ഉത്തമം. നല്ല ഉന്മേഷത്തിനായി നന്നായി ഉറങ്ങുകയും വേണം. ഇനി നമുക്ക് ഉല്ലാസ വിനോദ വിശ്രമാവസരങ്ങളെപ്പറ്റി ഒന്ന് കേൾക്കാം. വിനോദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനവൻ്റെ മനസ്സിനും ശരീരത്തിനും ഉല്ലാസവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ്. ഇത് മനസ്സിൻ്റെ പിരിമുറുക്കം കുറയ്ക്കുകയും ക്ഷീണം അകറ്റുകയും സന്തോഷം പ്രദാനം ചെയ്യുന്നവയുമാകണം. ഇത് 2 തരമുണ്ട്. ഒന്ന്, പ്രവർത്തനനിരതമായ മാനസിക ഉല്ലാസം. ഇതുവഴി അവനവന് താല്പര്യമുള്ള കൊച്ചു കൊച്ചു പണികൾ ഉല്ലാസ സമയത്ത് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് പൂന്തോട്ടം ഉണ്ടാക്കുക, പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുക, അതുപോലെ അതിനെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങളിൽ തൽപരരാകുക. രണ്ടാമത്തെ, നിഷ്ക്രിയമായ മാനസിക ഉല്ലാസങ്ങൾ അഥവാ റേഡിയോ കേൾക്കുക, TV കാണുക, പിക്നിക്കിന് പോവുക, ചീട്ട് കളിക്കുക, കഥാപുസ്തകങ്ങൾ വായിക്കുക എന്നിവയൊക്കെയാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് പട്ടണ പ്രദേശങ്ങളിൽ, വൃദ്ധജനങ്ങൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും വിശ്രമവേളയിലെ വിനോദമാർഗത്തിനായി പ്രത്യേകം വിശ്രമ വിനോദ കേന്ദ്രങ്ങൾ, അതായത് ക്ലബ്ബുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഒഴിവു സമയങ്ങളിൽ ശാരീരികമായും മാനസികമായുമുള്ള ആരോഗ്യം വീണ്ടെടുക്കുവാനും പരിപോഷിപ്പിക്കുവാനും സഹായിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ നമ്മൾ കണ്ടുകഴിഞ്ഞ വ്യക്തിപരമായ ആരോഗ്യ പരിപാലനത്തിൻ്റെ വിവിധ തലങ്ങൾ, അതായത് ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന ജലം, കഴിക്കുന്ന ഭക്ഷണം, അനുഷ്ഠിക്കുന്ന വ്യായാമം, വിസർജനം, വസ്ത്രധാരണം, പോസ്ചർ, അതുപോലെ നമ്മുടെ ഉറക്കവും വിശ്രമവും ഉല്ലാസ വിനോദ വിശ്രമാവസരങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിനൊക്കെ നമ്മൾ അവനവൻ തന്നെ സമയം കണ്ടെത്തി ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഭാരമാകാതെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇതൊക്കെ ഒന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി
ജീവിതം മുന്നോട്ട് പോകാൻ പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം.